പ്രൊഫൈൽ ബിൽഡിംഗ് സീരീസിൻ്റെ തേർഡ് ടോപ്പിക്കായിട്ടാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പല പ്ലാറ്റ്ഫോംസിലും നമുക്ക് എങ്ങനെ നല്ലൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി റെസ്യൂമെയും ലിങ്ക്ഡിനും നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ ഫ്രണ്ട്സിന് നിങ്ങൾ നമ്മളെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുക. അതുമാത്രമല്ല ഞങ്ങൾ ഈ ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ട് നമുക്ക് അറിയണം. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഷുഹൈബേ, എന്താ നമ്മൾ ഇന്നത്തെ ടോപ്പിക്? നമ്മൾ ടോപ്പിക്ക് വേറൊന്നുമല്ല, ആസ് എ ഡെവലപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മാത്രമല്ല പല ഡെവലപ്പേഴ്സ് ഇത് ഇഗ്നോർ ചെയ്യാറുണ്ട്. എല്ലാവരും വേണോ വേണ്ടേന്ന് വെച്ചിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ നോക്കുന്ന ഒരു ഏരിയ കൺഫ്യൂഷൻ ആണ്. സോ നമ്മൾ ടോപ്പിക്ക് വേറൊന്നുമല്ല, പേഴ്സണൽ വെബ്സൈറ്റ് ആണ്. അതെ, ഈ പേഴ്സണൽ വെബ്സൈറ്റ് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം വേറെ പല പ്ലാറ്റ്ഫോംസ് എടുക്കുകയാണെങ്കിൽ, റെസ്യൂമോ ലിങ്ക്ഡിനോ എടുക്കുകയാണെങ്കിൽ നമുക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ട്. സോ റെസ്യൂമിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് റൈറ്റിംഗ്സ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ആ ഒരു കാര്യങ്ങൾ നമ്മൾ 2 പേജിൽ ഇൻക്ലൂഡ് ചെയ്യണം. സോ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ലിങ്ക്ഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും നമുക്ക് അവർ തന്നിട്ടുള്ള ഒരു പ്രീസെറ്റ് ഉണ്ട്. ആ ഒരു പ്രീസെറ്റിൽ നമുക്ക് നമ്മളെ ഇൻപുട്സ് കൊടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡിങ്സോ അല്ലെങ്കിൽ പുതിയ ഡിസൈൻസോ നമുക്ക് അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനത്തെ കുറേ ലിമിറ്റേഷൻസ് പല പ്ലാറ്റ്ഫോംസിനുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇനി എടുക്കാൻ പോകുന്ന ഗിറ്റബ് ഉണ്ട്. സോ ആ കാര്യങ്ങളിലൊക്കെ ആയാലും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു പേഴ്സണൽ വെബ്സൈറ്റിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ലിമിറ്റേഷൻസ് ഇല്ല. നമുക്ക് എന്താ നമ്മളെ ഇഷ്ടത്തിൽ UI ഡെവലപ്പ് ചെയ്യാനും UX ഡെവലപ്പ് ചെയ്യാനൊക്കെ പറ്റും. നമ്മുടെ ഇഷ്ടത്തിൽ അത് കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് കണ്ടന്റ്സ് നമുക്ക് എന്തും കൊടുക്കാം. നമുക്ക് പ്രോജക്ട്സ് എത്രത്തോളം നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാ പ്രോജക്ട്സും നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ആ കാര്യങ്ങൾ നമുക്ക് പല സ്ഥലത്തും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സോ പേഴ്സണൽ വെബ്സൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ എല്ലാ ഇൻപുട്ടും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കാൻ പറ്റും. കംപ്ലീറ്റ്ലി നമ്മൾ ഇഷ്ടമാണ് അത് കസ്റ്റമൈസ് ചെയ്യുന്നത്. സോ അതാണ് ഇന്നത്തെ ടോപ്പിക്. ആൻഡ് നമ്മൾ എങ്ങനെ നല്ലൊരു പേഴ്സണൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഒരു വെബ്സൈറ്റിൽ നമുക്ക് ലേ ഔട്ടൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അതിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നിങ്ങൾക്ക് സ്ക്രാച്ച് ഷൂട്ട് ചെയ്യണമെങ്കിൽ പഠിക്കുന്ന ആളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സ്ക്രാച്ച് ഷൂട്ട് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ടെംപ്ലേറ്റ് വെച്ചിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അതാണ് കുറച്ചുകൂടെ ഈസി. അതാണ് ഈസി. പക്ഷേ നിങ്ങളൊരു UI UX ഡെവലപ്പറാണ് അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾ സ്ക്രാച്ച് മുതൽ ചെയ്ത് തുടങ്ങണം നല്ലത്. അതാണ് ഏറ്റവും ബെറ്റർ. അതെ, നിങ്ങൾക്കും പഠിക്കാൻ കുറേ ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അതെ, നമുക്ക് ആദ്യം ടെംപ്ലേറ്റ് ചൂസ് ചെയ്യണം അല്ലേ. സോ ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാൻ കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്. തീം വാഗൺ ഉണ്ട്, W3 ലേഔട്ട് ഉണ്ട്, ഇങ്ങനെ കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്. ബൂട്ട്സ്ട്രാപ്പിന്റെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ബൂട്ട്സ്ട്രാപ്പ് ടെംപ്ലേറ്റ്സ്നോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ടെംപ്ലേറ്റ്സ് ഒക്കെ അടിച്ചു കൊടുത്താൽ ഇഷ്ടംപോലെ സൈറ്റ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയത് തീം വാഗൺ ആണ്. തീം വാഗണിലാണ് കുറേ ഫ്രീ ആയിട്ടുണ്ട് കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് തീം വാഗൺ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പം നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് പോർട്ട്ഫോളിയോന് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ പേയ്മെന്റ് കൊടുത്തിട്ട് നല്ലൊരു ടെംപ്ലേറ്റ് വാങ്ങുന്നേക്ക് എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ ഒരു റിയാക്ട് ഡെവലപ്പർ ആണെങ്കിൽ അവർക്ക് തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആണ്. നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം, ആനിമേഷൻസും കാര്യങ്ങളൊക്കെ വരും. സോ നിങ്ങളൊരു റിയാക്ട് ഡെവലപ്പർ ആണെങ്കിൽ എന്തായാലും സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ പ്രീമിയം ഒന്ന് വാങ്ങിയാലും നല്ല വെബ്സൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിലൊക്കെ പ്രീമിയം വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ ചൂസ് ചെയ്താൽ ടോപ്പ് ഫ്രീസ് ഉണ്ട്. പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്താൽ ഫ്രീ അല്ലാത്ത കുറേ വെബ്സൈറ്റ്സ് ഉണ്ടാവും, ഫ്രീ ഉള്ളതും ഉണ്ട്. സോ നമുക്കിപ്പോൾ നമ്മുടെ കേസിൽ ഫ്രീ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് എടുക്കാം. സോ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളിതിൽ ഏറ്റവും നല്ല നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് തോന്നുന്നൊരു ഫ്രീയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു $5 $10 കൊടുത്താൽ നല്ല വെബ്സൈറ്റ്സ് കിട്ടും. സോ അങ്ങനെയുള്ളതോ ഡൗൺലോഡ് ആക്കാം. സോ നമ്മളിവിടെ ഓൾറെഡി ഈ ഒരു തീം വാഗൺ തന്നെ നല്ലൊരു തീം ടെംപ്ലേറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാം. സോ നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യാം അല്ലേ. സോ നമ്മൾ ഓൾറെഡി നമ്മുടെ VS കോഡിൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. VS കോഡ് എന്താണ് അതേപോലെ HTML എന്താണെന്ന് അറിയാത്തവർ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ ബ്രിഡ്ജോന്റെ യൂട്യൂബ് ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് VS കോഡ് എന്താണെന്നും അതിൻ്റെ ഒരു കംപ്ലീറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, ലിനക്സിൽ എങ്ങനെ, മാക്കിൽ എങ്ങനെ, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ HTML അറിയാത്തവരാണെങ്കിൽ HTML CS ട്യൂട്ടോറിയൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിരുന്ന് വാച്ച് ചെയ്യാം. ഇപ്പോൾ VS കോഡിനെ പറ്റി അറിയാത്ത ആൾക്കാർ അത് കണ്ടിട്ട് ഇതിലേക്ക് വരാം. ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ലൈവ് സെർവർ എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. അവിടെ ലൈവ് സെർവർ എന്ന് സെർച്ച് ചെയ്താൽ ലൈവ് സെർവർ എന്നുള്ള ഒരു ഇത് കിട്ടും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇൻസ്റ്റാൾ ചെയ്യാത്തവരെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. എന്നിട്ട്
റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ index.html ആണ് മെയിൻ ആയിട്ടുള്ള, അതായത് ബേസിക് ഫോൾഡർ ഫയൽ. സോ ആ ഫയലാണ് നമുക്ക് റൺ ചെയ്യേണ്ടത്. സോ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്ന് കൊടുക്കാം. സോ ലൈവ് സെർവർ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്കെന്താ, ഓരോ സെക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യണം. ഇതിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഹോം ഉണ്ട്, എബൌട്ട് ഉണ്ട്, റെസ്യൂംസ് ഉണ്ട്, സർവീസസ്, സ്കിൽസ്, പ്രൊജക്ട്സ്, മൈ ബ്ലോഗ്, കോണ്ടാക്ട്, ഇങ്ങനെ കുറേ ഉണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്ട്രാ എന്ത് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ റെസ്യൂംസിനൊന്നും ആവശ്യമില്ലല്ലേ? റെസ്യൂംസ് ഓൾറെഡി നമ്മളിവിടെ ഇതിൽ തന്നെ ഡൗൺലോഡ് ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ CV ഓൾറെഡി ഉള്ള ആളാണെങ്കിൽ അതിൽ ഡൗൺലോഡ് കൊടുത്താൽ മതി, അപ്പോൾ ആ ഫയൽ ഡൗൺലോഡ് ആയിക്കോളും. പിന്നെ ബ്ലോഗ് ഉണ്ടല്ലേ, ബ്ലോഗും അതിൻ്റെ ആവശ്യമില്ല, ബ്ലോഗിൻ്റെ ആവശ്യമില്ല. കാരണം ബ്ലോഗൊക്കെ യൂസ് ചെയ്യുന്നത് SEO ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെബ്സൈറ്റ്സ് SEO ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് മേലെ വരാനും കാര്യത്തിനൊക്കെയാണ് ബ്ലോഗ്സ് യൂസ് ചെയ്യുന്നത്. അതായത് അതിൽ കുറേ കീവേഡ്സ് ഉണ്ടാവും. സോ ഈ കീവേഡ്സ് ഒക്കെ വെച്ചിട്ടാണ് സെർച്ച് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് വരിക. സോ ബ്ലോഗ്സ് ആവശ്യമല്ല, വേണ്ടവർക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. സോ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഹെഡർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഹെഡർ ചേഞ്ച് ചെയ്യാം. സോ നമ്മളിവിടെ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് ടാഗ് ഉണ്ട്, ഇവിടെ തന്നെ പോയിട്ട് ബാസിൽ വരണ കൊടുക്കാം. സോ എല്ലാത്തിലും ഇപ്പം നമ്മൾ ബാസിലാണ് യൂസ് ചെയ്യല്. ഇപ്പോൾ കഴിഞ്ഞ ലിങ്ക്ഡിൻ്റെ വീഡിയോ ആണെങ്കിലും റെസ്യൂമിൻ്റെ വീഡിയോ ആണെങ്കിലും ഒക്കെ ബാസിലാണ് യൂസ് ചെയ്തത്. ബാസിൽ അറിയാൻ വെച്ചാൽ നമ്മളെ മീഡിയ ടീമിൽ തന്നെ ഡിസൈനറാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ജോണ്ടോ ആയി മാറി. അതെ അതെ. സോ ബാസിൽ കൊടുത്തിട്ടുണ്ട്. യെസ്, ബാസിൽ മുഹമ്മദ് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഹെഡറിലൊന്നും ചേഞ്ച് ചെയ്യാം അല്ലേ? സോ ഹെഡർ ഉണ്ടാവും നാബാറിൽ യെസ്, ഇവിടെ നമുക്കിവിടെ ബാസിൽ എന്ന് കൊടുക്കാം. സോ നാബാർ ബാസിലായിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് വേണ്ടാത്ത സെഷൻ റെസ്യൂമെ, ദെൻ ബ്ലോഗും വേണ്ട അല്ലേ? ബ്ലോഗ് വേണ്ട. സോ ഈ 2 സെഷൻ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്, റെസ്യൂംസും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമുക്ക് ഈ നെയിംസും ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. സോ നെയിം അപ്ഡേറ്റ് ചെയ്യാൻ യെസ് ഇവിടെ ഉണ്ട്. സോ ജസ്റ്റ് ബാസിൽ മുഹമ്മദ് എന്ന് കൊടുക്കാം. ഫ്രീലാൻസ് വെബ് ഡിസൈനർ, അതൊക്കെ അങ്ങനെ തന്നെ നോട്ടെ. നിങ്ങൾ എന്താണ് ഡെസ്റ്റിനേഷൻ അതൊന്ന് ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് ഇവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ഫസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ഫ്രീലാൻസ് വെബ് ഡെവലപ്പർ. യെസ്. പിന്നെ വേറൊന്ന് വരുന്നുണ്ട്, ഈ ലണ്ടൻ മാറ്റിയിട്ട് നമുക്ക് കാലിക്കറ്റ് ആക്കാം. പിന്നെ ഇമേജ് മാറ്റാം. ഇമേജിൻ്റെ കാര്യം പറയുമ്പോൾ ബാസിനോട് ഈ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നു പറഞ്ഞപ്പോൾ ബാസിനോട് കുറച്ച് ഇമേജസ് ചോദിച്ചിരുന്നു, ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്തിട്ട് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഇമേജസ് അയച്ചു തന്നേക്കാം, ജസ്റ്റ് കാണിച്ചു തരാം. സോ അവൻ തന്ന ഇമേജ് എവിടെയായിരുന്നത്? BZ. ഇതൊന്ന് ഇതുണ്ട്, വേറെ ഇമേജ് വേറെ ഫയൽസിലുണ്ട്. ബൈക്കുമിലിരിക്കുന്ന സ്കൂട്ടിയുമിലിരിക്കുന്ന ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. സോ യെസ്, ഇതാ സ്കൂട്ടി മേരിക്കണ ഫോട്ടോ. പിന്നെ എവിടെയാണെന്ന് അറിയില്ല, എവിടെയോ ഇരിക്കുന്നുണ്ട്. സ്റ്റൂളൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അതെ, സ്റ്റൂൾ നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്, നല്ല ഫോട്ടോ അല്ലേ? നമുക്ക് അതിൽ ഒരു ഇമേജ് കൊടുക്കാം, ഈ ഇമേജ് കൊടുക്കാം. BZ1ഉം 2ഉം കൊടുക്കില്ല, 2 ഇമേജ് കൊടുക്കാം. 1 കൊടുക്കാം. 2 ഒരു അറിയാനില്ല, 2 ഇമേജ് മാറുന്നില്ല അവിടെ. BZ1ഉം 2ഉം രണ്ടിലിപ്പോൾ ഒന്ന് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ നോക്കാം. ഓക്കെ, ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. തൽക്കാലം ഒരു ടൈറ്റിൽ മാത്രം മാറുന്നില്ലല്ലേ? 2 ഇമേജും സെയിം കൊടുത്തു നോക്കും. 2 ഇമേജ് സെയിം കൊടുക്കല്ലേ? ഓക്കെ. സോ BZ1 അല്ലേ കൊടുത്തേ? 1. ഓക്കെ, 2 സെയിം ഒരു ഇതുണ്ടല്ലേ, ബ്ലാങ്ക് വരുന്നുണ്ട്. ഓക്കെ, എന്നാൽ 2 ഇമേജ് കൊടുക്കാം. 2 ഇമേജ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ BZ2 കൊടുക്കാം. സോ നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇമേജ് കൊടുക്കണമെങ്കിൽ ഈ ഇമേജിൻ്റെ അണ്ടറിൽ കൊടുത്താൽ മതി. ഏതെങ്കിലും ഇമേജ് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്താൽ നമുക്കിവിടെ /image/ ആ ഫയലിൻ്റെ നെയിം കൊടുത്താൽ ആ ഇമേജ് വരും. അത് പാത്ത് ഓൾറെഡി ഇമേജസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇമേജിൻ്റെ നെയിം കൊടുത്താൽ മതി. അതെ. സോ സെറ്റ് ആയിട്ടുണ്ട്, വീണ്ടും മാറുന്നുണ്ട്. യെസ്. നെക്സ്റ്റ് ഇവിടെ മാറ്റല്ലേ? നെക്സ്റ്റ് നമുക്ക് സ്ക്രോൾ ചെയ്താൽ പിന്നെ എബൌട്ട് സെക്ഷൻ ഉണ്ട്. എബൌട്ട് സെക്ഷൻ. സോ ഇവിടെ സെക്ഷനിൽ നിങ്ങൾ ആ ഒരു പി ടാഗിൻ്റെ ഉള്ളിൽ വരുന്നത് പിന്നെ നമ്മളൊരു എബൌട്ട് ചെറിയൊരു ബ്രീഫ് നോട്ട് നമ്മളെ പറ്റിയുള്ള, അപ്പോൾ അത് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ BZ2 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇമേജ് BZ2 1 അല്ലേ?
ടു 1 കൊടുക്കണോ? 1 കൊടുത്തു. 1 കൊടുക്കുക. ക്ലാസ്സിൽ ഒന്ന് തിറങ്ങട്ടെ. അതെ, ഓക്കെ. ഇനി അബൌട്ട് മീയിൽ ഇവിടെയുള്ള കണ്ടന്റ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡമ്മി കണ്ടന്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് പ്രൊഫഷൻ അത് വെച്ചിട്ട് ചാറ്റ് ജിപിടി കൊടുത്താൽ നല്ല കണ്ടന്റ് കിട്ടും. സോ നമ്മളതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. യെസ്, ഇനി നോക്കാം. ഓക്കെ, വന്നിട്ടുണ്ട്. ഇനി നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, സിപ്പ് കോഡ്, ഇമെയിൽ, ഫോൺ, ഇതൊക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ കൊടുക്കാം. പേഴ്സണൽ ഡീറ്റെയിൽസ് ആണല്ലോ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുക്കേണ്ട. അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ കസ്റ്റമൈസേഷനാണ്. അതെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം കൊടുക്കണമെങ്കിൽ അത് മാത്രം കൊടുത്താൽ മതി, ഒന്നും നിർബന്ധമല്ല. ഇനി ഇവിടെ ഡൗൺലോഡ് സി വി ഉണ്ട്. ഫങ്ഷനാലിറ്റീസ് ഒന്നും കൊടുത്തില്ല. സി വി ഡൗൺലോഡ് ആക്കാൻ ഒരു ഡൗൺലോഡ് എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, അത് കൊടുത്താൽ മതി. അതിലിപ്പോൾ ബാസിൽ സി വി എന്ന് കൊടുക്കാം. എന്നിട്ട് HRFൽ നമ്മൾ അതിൻ്റെ പാത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ ഒരു സി വി കൊടുത്തിട്ടുണ്ട്. CV.pdf ഉണ്ട്. PDF ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ CV.pdf കൊടുക്കാം. ഇനിയിപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ CV ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആവുന്നുണ്ട്. ആ പേരിലാണ് ഡൗൺലോഡ് കൊടുത്ത ആട്രിബ്യൂട്ടിൻ്റെ പേരിലാണ് ഡൗൺലോഡ് ആവുക. സോ അതൊന്ന് കൊടുക്കാം. നെക്സ്റ്റ് റെസ്യൂംസ് ആണ്. റെസ്യൂംസ് നമുക്ക് വേണ്ട. സോ ആ സെക്ഷൻ നമുക്ക് റിമൂവ് ചെയ്യാം. സോ ഈ സെക്ഷൻ മൊത്തമായിട്ട് കളയാം. ഓക്കെ, പോയില്ലേ. നെക്സ്റ്റ് സർവീസസ്. സോ ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കുറച്ച് സർവീസസ്. അതും അവർ ചൂസ് ചെയ്തിട്ട് ഇഷ്ടമുള്ളത് കൊടുത്താൽ മതി. ഇഷ്ടമുള്ളത് കൊടുക്കാം. എന്തെങ്കിലും ഐക്കൺസ് ഒക്കെ മാറ്റണമെങ്കിൽ അതും ഗൂഗിളിൽ അവൈലബിൾ ആണ്. എല്ലാ ഐക്കൺസും ഉണ്ടാവും. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ വെബ് ഡിസൈൻ. ഇനിയിപ്പോൾ ഇതിലൊന്ന് ആഡ് ചെയ്യണമെങ്കിൽ ഒരു ഇത് കോപ്പി അടിച്ചിട്ട് ഒന്നുകൂടെ പേസ്റ്റ് അടിച്ചാൽ മതി. അപ്പോൾ ഒന്നുകൂടെ ആഡ് ചെയ്യാം, എക്സ്ട്രാ ആഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് സ്കിൽസ്. സോ സ്കിൽസിൻ്റെ കേസിലും നിങ്ങളിപ്പോൾ ഡെവലപ്പർ ആണെങ്കിൽ ലാംഗ്വേജസ് അറിയുന്ന ഏതൊക്കെ ആണെന്നോ ആ കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ ആ ഒരു ബാർ നമ്മളിവിടെ പെർസെൻറ്റേജ് കൊടുക്കുന്ന എത്ര പെർസെൻറ്റേജ് ഉള്ളത് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. വിടുത്ത് 90%. സോ ഇവിടെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ നിന്ന് ചേഞ്ച് ആവുന്നതാണ്. സോ ഇവിടെ ചേഞ്ച് ആവുന്നുണ്ട്. സോ അങ്ങനെ ചേഞ്ച് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് പ്രൊജക്ട് സെക്ഷൻ. സോ എനിക്കൊരു പോർട്ട്ഫോളിയോ കൊണ്ട് എനിക്ക് മെയിനായിട്ട് തോന്നിയൊരു ഹെൽപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് സെക്ഷനിലാണ്. അതെ, അപ്പോൾ അതിൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ പേജസിൻ്റെ ഇമേജസും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്താൽ അതിൻ്റെ ഇമേജസും വീഡിയോസ് ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ കുറച്ചുകൂടി എനിക്ക് ഈ ഒരു പോർട്ട്ഫോളിയോ കൊണ്ട് എനിക്ക് യൂസ് ആയിട്ട് തോന്നിയൊരു ഡെവലപ്പർക്ക് യൂസ് ആകുന്ന ഒരു ഏരിയ ഇതാണ്. അതെ, സോ നിങ്ങളുടേതായ രീതിയിൽ കുറച്ച് പ്രോജക്ട്സും കാര്യങ്ങളും നിങ്ങൾ ചെയ്ത കാര്യങ്ങളും അതിൻ്റെ പേരും ടൈറ്റിലും വേണമെങ്കിൽ ഒരു ലിങ്കും കൊടുക്കാം അല്ലേ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേജിലോട്ട് പോകുന്ന ലൈവ് ആണെങ്കിൽ അതിലേക്ക് പോകുന്ന രീതിയിലൊക്കെ കൊടുക്കാം. ഒരു ഏട്ടായ കൊടുത്താൽ മതി അതിൻ്റെ റാപ്പ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് അത് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്താ വരുന്നത്? നെക്സ്റ്റ് ബ്ലോഗ് വരുന്നുണ്ട്. ബ്ലോഗ് നിങ്ങൾക്ക് അപ് ടു യു, ലൈക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. SEO കൂടുതലായിട്ട് നോക്കുന്നവരാണെങ്കിലൊക്കെ ആഡ് ചെയ്യാം. നമ്മളപ്പോൾ ഒന്നും ചെയ്യണ്ടല്ലേ, അവിടെ കടന്നോട്ടെ. പിന്നെ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ്. ഇപ്പോൾ പ്രീവിയസ് കമ്പനിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡ്സ് ഉണ്ടെങ്കിൽ അവാർഡ്സ് കൊടുക്കാം. എത്ര പ്രോജക്ട്സ് കംപ്ലീറ്റ് ആക്കി. കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രീലാൻസർ ആണെങ്കിൽ കുറേ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാവും, അത് വേണമെങ്കിൽ കൊടുക്കാം. കപ്പ് ഓഫ് കോഫി എന്താ? എത്ര കപ്പ് കോഫി കുടിച്ചതാണോ ശിവേ? അത് എനിക്ക് മനസ്സിലായില്ല. അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം, കുഴപ്പമില്ല. അത് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ആളുകൾ ഡൊണേറ്റ് ഒക്കെ ചെയ്യൂലേ, അതിനെന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും സംഭവമായിരിക്കും. സോ പിന്നെ ഫ്രീലാൻസിംഗിൽ ഹയറിംഗ് മീ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ലിങ്ക് ആണ്. ടോട്ടലി കസ്റ്റമൈസ് ചെയ്യേണ്ട സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ പോർട്ട്ഫോളിയോൻ്റെ കേസിൽ വരുമ്പോൾ എല്ലാവർക്കും യൂസ് ആകുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ ആരൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്താലും ഈ ഒരു സംഭവം എന്തായാലും ഉണ്ടാവും. കോൺടാക്ട് മീ എന്ന് പറഞ്ഞ സെക്ഷൻ എന്തായാലും ഉണ്ടാവും. അതെ, ആൻഡ് ഒരു മെയിൻ യൂസ് ഇതാണ്. ഇപ്പം വേറെ ആരെങ്കിലും നമ്മൾ വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ അവർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യണമല്ലോ എങ്ങനെയായാലും. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ്. സോ കോൺടാക്ട് മീയിൽ വരുമ്പോൾ ഇവിടെ കുറേ ഫീൽഡ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ പോയാലും മനസ്സിലാവും. അഡ്രസ്സ്, കോൺടാക്ട് മീ, ഇമെയിൽ അഡ്രസ്സ് ഒക്കെ ഉണ്ട്. കൊടുത്താൽ മതി. പിന്നെ ഏതൊരു ഹയറിംഗ് മാനേജർ വന്നാലും ഫസ്റ്റ് അവർക്ക് ചെയ്യേണ്ട ഒരു കാര്യം മെയിൽ അയക്കുക, കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഇതൊന്ന് ഫങ്ഷണലാക്കാം. സോ ഇവിടെ നമുക്ക് ഇപ്പോൾ സെൻഡ് മെസ്സേജ് അയച്ചാൽ നേരെ മേലോട്ടാണ് പോകുന്നത്. സോ അതൊന്ന് ഫങ്ഷണലാക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഒരു ലൈബ്രറി ഉണ്ട്, email.js. അത് നമുക്ക് യൂസ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട്
ഇമെയിൽ ജേസ് ഇൻ HTML എന്ന് സെർച്ച് ചെയ്യാം. സോ ഇവിടെ ഫസ്റ്റ് വരുന്ന ലിങ്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. സോ നമുക്ക് ഇമെയിൽ ഇനീറ്റ് പബ്ലിഷ് കീ കിട്ടണമെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്യണം. സോ ഇമെയിൽ ജേസിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ ലോഗിൻ ചെയ്യണം. സോ ഞാൻ ഇവിടെ സൈൻ അപ്പ് ഉണ്ട്, ക്രിയേറ്റ് യുവർ ഫ്രീ അക്കൗണ്ട് നോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓൾറെഡി സൈൻ അപ്പിലാണ്, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൽ സൈൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സൈൻ അപ്പ് ചെയ്തിട്ട് ഒന്ന് കയറാം, നമുക്ക് സൈൻ ഇൻ ചെയ്യാം. സോ ലോഗിൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അക്കൗണ്ടിൽ പോയാൽ പബ്ലിക് കീ, സോ ഇവിടുന്ന് പബ്ലിക് കീ നമുക്ക് ഇവിടുന്ന് കോപ്പി അടിക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ കൊടുക്കണം. സോ ഫസ്റ്റ് ഇവിടെ ഹെഡറിലായിട്ട് ഇവർ 2 CDN സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കത് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്യാം. നമ്മുടെ ഹെഡർ ടോപ്പിലാണ് വരുന്നത്, അതവിടുന്ന് കോപ്പി ചെയ്ത്. സോ ഹെഡറിലായിട്ട് സ്ക്രിപ്റ്റ് കൊടുത്തു. ഇവിടെ നമ്മുടെ ആക്ച്വൽ പബ്ലിക് എടുത്തിട്ട് അവിടെ കൊടുക്കാം. സോറി. സോ യുവർ പബ്ലിക് കീ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് ഇതിൻ്റെ താഴെ ഒരു ലിങ്കും കൂടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇല്ലല്ല, താഴെയല്ല. ഇനി നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ഫോം റൺ ചെയ്യിപ്പിക്കാം. സോ നമുക്കൊരു ID കൊടുക്കാം കോൺടാക്ട് ഫോം എന്നുള്ള ഫോമിന്. സോ ഫോം കുറച്ച് അടിയിലല്ലേ, അവിടെ ഫോം. സോ നമുക്കൊരു ID കോൺടാക്ട് ഫോം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്താലോ. JS ഓൾറെഡി ഇവിടെ ഉണ്ട്. സോ main.js ഉണ്ട് ഇവിടെ. ഓക്കെ, ഇത് സ്ക്രോളും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനും അങ്ങനെ കുറച്ച് ഉള്ളതാണ്. jQuery ആണ് യൂസ് ചെയ്തത്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. ലൈക്ക് ഇവർ ചെയ്ത പോലെ തന്നെ ഇതിൽ തന്നെ ചെയ്യാം. സോ ഇതൊന്ന് എനിക്ക് JS വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്നും മിണ്ടാത്തിട്ടുള്ളൂ. സ്ക്രിപ്റ്റ് നീയല്ലേ പഠിച്ചോ. സ്ക്രിപ്റ്റ് കൊടുക്കാം. ഓക്കെ, സോ നമ്മളത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം അല്ലേ, എന്താ സംഭവിക്കണമെന്നുള്ളത്. കൺസോൾ ഒന്ന് ഓപ്പൺ ചെയ്യാം, എന്താ ഔട്ട്പുട്ട് വരുന്നതെന്ന് അറിയണമല്ലോ. ജസ്റ്റ് ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫെയിൽഡ്, ദ സർവീസ് ID ഈസ് നോട്ട് ഫൗണ്ട്. സോ നമുക്ക് സർവീസ് ക്രിയേറ്റ് ചെയ്യണം ആക്ച്വലി. സോ നമ്മളിവിടെ സർവീസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ഇമെയിൽ സർവീസ് നമുക്ക് ആഡ് ചെയ്യണം. സോ നമുക്കൊരു Gmail സർവീസ് ആഡ് ചെയ്യാം. സോ ഇവിടെ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അതായത് നമ്മുടെ മെയിലുമായിട്ട് അതൊന്ന് കണക്ട് ചെയ്യുന്നതാണ്. സോ അതൊന്ന് കൊടുക്കാം. അതിൽ പെർമിഷൻസ് കൊടുക്കാനുണ്ട്, കണ്ടിന്യൂ കൊടുക്കാം. ഇനി ക്രിയേറ്റ് സർവീസ് കൊടുക്കാം. സോ ഇവിടെ സർവീസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ മെയിൽ ഐ ഡി കണക്റ്റ് ആയി. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം അല്ലേ. വേറെ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഒന്ന് റീലോഡ് അടിച്ചോളെ. സർവീസ് ID ഈസ് നോട്ട് ഫൗണ്ട്. സോ ഇതിൽ വേറെ എവിടെയെങ്കിലും സർവീസ് ID പാസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നോക്കാം. സ്റ്റെപ്സ്. ഓക്കെ, ഒരു ID എവിടെയും കൊടുത്തിട്ടില്ല, പബ്ലിക്ക് മാത്രം കൊടുത്തിട്ടുള്ളൂ. നമുക്കൊന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം, എന്തേലും കൊടുക്കാം. ശരിയാ മതിയാണ്. ഒരു മെയിലൊക്കെ അറിയത്തിങ്ങനെ ഇങ്ങനെ സീൻ ഡെവലപ്പറായോ ഇപ്പം റെഡി ചെയ്ത് തരാം. ഇത് കുറേ കേട്ടതാ. ഈ കോണ്ടാക്ട് സർവീസ് കോണ്ടാക്ട് ഫോം ഇല്ലേ, ഇത് വെറുതെ സ്ട്രിങ് അല്ല. നമ്മൾ സർവീസ് ID നമ്മൾ കൊടുത്തിട്ടില്ല ഇവിടെ. സർവീസ് ക്രിയേറ്റ് ചെയ്ത് ഈ സർവീസ് IDയും പിന്നെ ടെംപ്ലേറ്റ് ID ആവും നെക്സ്റ്റ് കൊടുക്കണ്ടേ. യെസ്, ടെംപ്ലേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ ജസ്റ്റ് ഇതിൽ കൊടുത്തൊരു ടെംപ്ലേറ്റ് ഉണ്ട്, അത് തന്നെ യൂസ് ചെയ്യാം. ജസ്റ്റ് ടു സേവ് റിക്വേർഡ് ആണല്ലേ. ഇത് ഞാൻ തന്നെ കൊടുത്താൽ പോരെ. ഫ്രം നെയിം മാറ്റി പോരെ.
റിപ്ലൈ ടു ഇത് ജസ്റ്റ് നമ്മൾ വരുന്ന പേരാണത് ഫ്രം നെയിം. അപ്പോൾ അങ്ങനെ തന്നെ സേവ് ചെയ്താൽ സേവ് ആവേണ്ടതാണ്. സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ടെംപ്ലേറ്റ് ഐ ഡി ഉണ്ടല്ലേ. ഈ ടെംപ്ലേറ്റ് ഐ ഡി നമുക്ക് കോപ്പി ചെയ്യണം. ഇവിടെ ടെംപ്ലേറ്റ് ഐ ഡി അവിടെ നിന്ന് തന്നെ എടുക്കേണ്ടി വരും. ഓക്കെ, അടിച്ച് വരികയാണ്. ഓക്കെ, സോ ടെംപ്ലേറ്റ് ഐ ഡി ഇവിടെ പേസ്റ്റ് ചെയ്യാം. പിന്നെ സർവീസ് ഐ ഡി ഉണ്ടല്ലോ, അത് അവിടെയും പേസ്റ്റ് ചെയ്യാം. ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇനി വർക്കാവും. ടെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പരിപാടി നിർത്തി പോകുന്നതല്ലേ. ഇതൊക്കെ എത്ര കണ്ടതാ. യെസ്, സക്സസ്. സംഭവം സെൻഡ് ആവുണ്ട് നോക്കാം. അതിൽ ഡാറ്റ ഒന്നും പാസ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ഡാറ്റ പാസ് ചെയ്തിട്ടില്ല. എന്താ വന്ന് നോക്കല്ലേ ജിമെയിൽ. സെക്യൂരിറ്റി ഡാറ്റ എന്നാണ്. റിഫ്രഷ് ചെയ്തു. ഇവിടെ ചിലപ്പോൾ സ്പാംസ് ഉണ്ടാവും. ഇല്ലല്ലോ, ഒന്ന് റിഫ്രഷ് ചെയ്തു. വന്ന് യു ഗോട്ട് എ ന്യൂ മെസ്സേജ് ഫ്രം ഒന്നുമില്ല. കാരണം നമ്മുടെ ഡാറ്റാസ് ഒന്നും പാസ് ചെയ്തു. മെസ്സേജ് പാസ് ചെയ്തു. ഫ്രമും ടു ഒന്നും പാസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മെസ്സേജ് ഇവിടുന്ന് ഡാറ്റ എടുത്തിട്ടില്ലല്ലോ. നമ്മൾ ജസ്റ്റ് ദിസ് അല്ലേ പാസ് ചെയ്തിട്ടുള്ളൂ. ഡാറ്റാസ് പാസ് ചെയ്യണം. നമുക്കിവിടെ ഡാറ്റാസ് കൊടുക്കാം. അതിന് നമുക്ക് ദിസ് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ആദ്യം ഫ്രം നെയിം വേണം. സോ നമ്മളിവിടെ ഫ്രം നെയിം ആണല്ലോ ഇവിടെ വിളിക്കുന്നത്. നമ്മളെ ടെംപ്ലേറ്റിൽ നോക്കിയാൽ ഫ്രം നെയിം ഉണ്ട്, ടു നെയിം ഉണ്ട്, ദെൻ മെസ്സേജ് ഉണ്ട്. സോ ഈ കാര്യങ്ങൾ നമുക്ക് പാസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഫ്രം നെയിം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നെയിം എവിടെ നിന്നാണ് വരുന്നത് അതാണ് ഫ്രം നെയിം. സോ നമ്മുടെ ഫോം അവിടെ യുവർ നെയിം ക്ലാസ് ആണ് കൊടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കൊരു ഐ ഡി കൊടുക്കല്ലേ. ഐ ഡി എന്താ നെയിം എന്ന് കൊടുക്കാം. ഐ ഡി ഇത് ഇമെയിൽ. സബ്ജക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. നമ്മളിപ്പോൾ അവിടെ സബ്ജക്റ്റ് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അവിടെ ഇപ്പം നമ്മൾ കൊടുക്കുന്നില്ല. അവിടെ ഇങ്ങനെ കടന്നോട്ടെ. പിന്നെ മെസ്സേജ് ഐ ഡി മെസ്സേജ്. സോ നെയിമും ഇമെയിലും മെസ്സേജും നമുക്ക് അങ്ങനെ എടുക്കാം. സോ കോൺസ്റ്റ് മെയിലല്ലല്ലോ മെസ്സേജ് അല്ലേ. നെയിം എടുക്കാതെ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി. നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഇതൊക്കെ ഐ ഡി എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ. സോ നെയിമാണ്. ഡോട്ട് വാല്യൂ എടുത്താൽ നമുക്ക് വാല്യൂ കിട്ടും. നെക്സ്റ്റ് ഇമെയിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി. സോ HTML കണ്ടിട്ട് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ HTML വീഡിയോ ഓൾറെഡി ഔട്ടായിട്ടുണ്ട്. ഷുഹൈബിൻ്റെ തന്നെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, ഒരു സീരീസ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വാച്ച് ചെയ്യാം. അതെ മെസ്സേജ് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി. മെസ്സേജ് എന്ന് കൊടുക്കാം. സോ ഫ്രം നെയിമായിട്ട് നമുക്ക് നെയിം കൊടുക്കാം. ദെൻ ഫ്രം ഇമെയിൽ ഇല്ല അതിൽ, ഇമെയിൽ നമ്മൾ കൊടുത്തില്ല, ടു നെയിം ആണല്ലേ. സോ നമുക്ക് കണ്ടൻറ്റ് വേണമെങ്കിൽ ഒന്ന് എഡിറ്റ് ചെയ്യാം. ഡിസൈൻ എഡിറ്റ്. ഇവിടെ നമുക്കൊരു ഫ്രം ഇമെയിലും കൂടെ കൊടുക്കാം. ഓക്കെ, അപ്ലൈ ചേഞ്ച് കൊടുക്കുന്നില്ല. സോ ഫ്രം ഇമെയിൽ ഇമെയിൽ പിന്നെന്താ വരുന്നത്? മെസ്സേജ് എന്ന് പറഞ്ഞല്ലേ. മെസ്സേജ് ഡയറക്റ്റ് മെസ്സേജ് പാസ് ചെയ്യാം. പിന്നെ ടു ഇമെയിൽ ഉണ്ട്. ടു ഇമെയിൽ എപ്പോഴും നമ്മുടെ മെയിൻ ടു നെയിമാണ്. ഓക്കെ, ടു നെയിം ആണല്ലേ. അപ്പം ടു നെയിം ആർക്കാണോ കൊടുക്കുന്നത്? നമ്മൾ ബാസിക്കാണ്. സോ ബാസിൽ. സോ നമുക്കൊന്ന് സെൻഡ് ചെയ്താലോ? വർക്കാവും. സോ @gmail.com. ഇത് വരില്ല, മെസ്സേജ് മാത്രം പോകുന്നുള്ളൂ. സബ്ജക്റ്റ് കൊടുത്തില്ല അല്ലേ. റീഡിങ് വാല്യൂ. ഓക്കെ, ക്യാൻ റീഡ് പ്രോപ്പർട്ടീസ് ഓഫ് നൾ റീഡിങ് വാല്യൂ.
സോ ഓക്കെ, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സോ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ID 2 വട്ടം വന്നിട്ടുണ്ട്. സോ ഒരു ID റിമൂവ് ആക്കണം. ഫസ്റ്റത്തെ എടുക്കാതെ. സോ അതുകൊണ്ടാണ് ഈ ഇത് കിട്ടിയിട്ടില്ല, മെസ്സേജ് കിട്ടിയില്ല അല്ലേ. പിന്നെ ഇതിൽ സെൻഡ് ഫോമിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് സെൻഡ് എന്ന് മാത്രം മതി. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കിയാലോ. സോ shoaib@gmail.com. ഇത് വർക്കാവില്ല. ഹേ ഓക്കെ, വർക്കായിട്ടുണ്ട്. നമുക്ക് ജിമെയിൽ ഒന്ന് ഓപ്പൺ ആക്കാം. യെസ്, ഓക്കെ, മെസ്സേജ് ഫ്രം മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് നമ്മളെ മെയിൽ തന്നിട്ടുണ്ട്, ഷുഹൈബ്. പിന്നെ നമ്മൾ മെയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. ഇത് ഇതിൽ ചിലപ്പോൾ നമുക്ക് വേണ്ട സബ്ജക്റ്റ് ഇവിടെ കൊടുക്കാൻ പറ്റും, വേറെ എന്തെങ്കിലും കണ്ടന്റ് വേണമെങ്കിലൊക്കെ ഒക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ കോണ്ടാക്റ്റ് ഫോം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഫൂട്ടർ ഉണ്ടല്ലേ. ഫൂട്ടറിൽ നമുക്ക് എന്താ പറയാ, ഫൂട്ടറിൽ എബൌട്ട് നമ്മളിപ്പോൾ മേലെ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, പിന്നെ ലിങ്ക്സ് ഇവിടെ തന്നെ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ #ടാഗ് ഇട്ടുകയാണ്, #ടാഗിലൊന്ന് റീഡയറക്റ്റ് ചെയ്യാം. പിന്നെ സർവീസസ് തന്നെ നമ്മൾ കൊടുക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. പിന്നെ ട്വിറ്റർ പ്ലാറ്റ്ഫോംസിലേക്ക് പോകണമെങ്കിൽ അതിന്റെ ലിങ്ക്സും കൊടുത്താൽ മതി, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. ഇത് എന്തായാലും അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ പേര് കൊടുത്താൽ മതി. എത്രയാണ് ഇപ്പോൾ? സോ ഇത്രയാണ് പോർട്ട്ഫോളിയോയെ പറ്റി പറയാനുള്ളത്. ഇതിപ്പോൾ ഞങ്ങൾ ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. കാരണം വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങളായിരിക്കില്ല നിങ്ങൾക്കൊരു വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. പക്ഷേങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, എങ്ങനെ കസ്റ്റമൈസ് ചെയ്യണം എന്നുള്ളത് ടോട്ടലി നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് എങ്ങനെ ഒരു ടെംപ്ലേറ്റ് കണ്ടുപിടിച്ചിട്ട് അതിലെങ്ങനെ നിങ്ങൾക്ക് എഡിറ്റിങ്സ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് എടുത്തുകൊണ്ട് നമുക്ക് HTML നമുക്ക് ടെക്സ്റ്റ് മാത്രമേ മാറ്റേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. ടെക്സ്റ്റ് മാറ്റുന്നതിൻ്റെ നെയിം മാറ്റുക, ഡാറ്റാസ് മാറ്റുക. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സിൽ നോക്കിയിട്ടൊരു സ്വന്തമായിട്ടൊരു പോർട്ട്ഫോളിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ബിൽഡ് ചെയ്യുക. ഈസി കാര്യമാണ്. ഇപ്പോൾ റിയാക്ട് ഡെവലപ്പേഴ്സ് അല്ലാത്ത ആൾക്കാർക്ക് പോലും സിമ്പിളായിട്ടൊരു ടെംപ്ലേറ്റ് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ എന്നോട് തന്നെ പല ആൾക്കാരും ഞാൻ ഈ ഒരു ഡെവലപ്പറായ ടൈമിൽ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് തരുമെന്ന്. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ കാര്യങ്ങളും അതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും പല ആൾക്കാർക്കും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആർക്കും ഒരു പേഴ്സണൽ വെബ്സൈറ്റ് ഇല്ലാത്തത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു മൈൻഡ് മാറ്റാനും അല്ലെങ്കിൽ എല്ലാവർക്കും പറ്റുന്നുള്ളൊരു കാര്യങ്ങൾ അറിയിക്കാനും കൊണ്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്. ഇത് നിങ്ങൾ ചേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല. സോ ഇത്രയൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. പ്രൊജക്റ്റിൻ്റെ കേസിലാണെങ്കിലും ചില പ്രൊജക്ട്സിൽ നമുക്ക് ഇതിൽ ടാപ്പിംഗ് ഉണ്ടോ? ഇതിൽ ടാപ്പിംഗ് ഇല്ല. നമുക്ക് വേണമെങ്കിൽ ടാപ്പ് ചെയ്തിട്ട് വേറെ പേജ് പോകും, വേറെ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യാം. സോ നമ്മളിതിൽ ആകെ ഇൻഡെക്സ് മാത്രമേ ഉള്ളൂ, ഇൻഡെക്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പം അല്ലെങ്കിൽ വേറെ ടെംപ്ലേറ്റ്സ് ഉണ്ടാവും, ഇത് ഈ ഒരു സ്റ്റൈലല്ലാതെ ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. സോ അതിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അത് ടാപ്പ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോകാം. അല്ലെങ്കിൽ ജസ്റ്റ് ആ പേജിലോട്ട് പോയാൽ മതി, പ്രൊജക്റ്റിലോട്ട് പോയാലും അതിന്റെ ലിങ്ക് കൊടുത്താലും മതിയാവും. അതാണ് ഈസി. റെപ്പോസിറ്ററി കൊടുത്താലും മതിയാവും അല്ലേ? യെസ്, റെപ്പോസിറ്ററി അല്ല, നമ്മൾ ഹോസ്റ്റ് ചെയ്ത ലിങ്ക് ഉണ്ടാവുമല്ലോ, ഹോസ്റ്റ് ചെയ്യാൻ പറ്റും, ലൈവ് ലിങ്ക് കൊടുത്താൽ മതി. സോ ഇത്രയൊക്കെയാണ് പോർട്ട്ഫോളിയോനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മൾ മുന്നേ ചെയ്ത വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യാം. അപ്പോൾ എല്ലാ ഒരു അതായത് റെസ്യൂമിൻ്റെ കേസിലാണെങ്കിലും ലിങ്ക്ഡിൻ്റെ കേസിലാണെങ്കിലും ഇപ്പോഴത്തെ പോർട്ട്ഫോളിയോൻ്റെ കേസിലാണെങ്കിലും സോ ആ ഓരോ പ്ലാറ്റ്ഫോംസ് നിങ്ങൾ ബെറ്റർ ആക്കാൻ നോക്കുക. അതിന് നമ്മൾ വെച്ച വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യാം. ആൻഡ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ വലിയ ഫീഡ്ബാക്ക്സ് നമ്മൾ അറിയിക്കാം. ആൻഡ് ഇനിയിപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിലോ നമുക്കറിയില്ലല്ലോ, അവർ നിങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഔട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ആ കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിയുന്നില്ല. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഞങ്ങൾ ഇനിയും ഇതുപോലത്തെ ടെക്നിക്കൽ കണ്ടൻസുമായിട്ട് വരുന്നതായിരിക്കും. സോ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഞങ്ങൾ ഈ ഒരു ലോങ് വീഡിയോ അല്ലാണ്ട് ഞങ്ങൾ ഷോർട്ട് വീഡിയോ ടെക്നിക്കൽ കണ്ടൻസ് ഒക്കെ ഉള്ള ഷോർട്ട് വീഡിയോസ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ബ്രിഡ്ജ് ഓൺ എന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര്. സോ അതും നിങ്ങളൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഒരു പ്രൊഫൈൽ ബിൽഡിംഗ് വീഡിയോ ആയിട്ട് എന്തായിരിക്കും അടുത്തത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സോ അടുത്ത ഒരു പ്ലാറ്റ്ഫോമായിട്ട് പ്രൊഫൈൽ ബിൽഡിംഗ് പ്ലാറ്റ്ഫോമായിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നിർത്താം. ഓക്കെ, ബൈ.